സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ തൃശ്ശൂരിൽ എത്ര വോട്ടിന് ജയിക്കും? ഞാൻ എങ്ങനെ മൈനസ് വന്നാലും 25,000 എങ്കിലും ഞങ്ങൾ ജയിക്കും. അപ്പോഴാണല്ലോ ജാവേദ്കർ പറയുന്നത് എല്ലാത്തിനും ഒരു ഒറ്റമൂലിയുണ്ട്, നിങ്ങൾ തൃശ്ശൂർ ജയിപ്പിച്ചതാണ്, എല്ലാം നമുക്ക് തീർക്കാമെന്ന് മാത്രമല്ല 2026 വീണ്ടും നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് ഡീൽ. UDF നമ്പർ 1 എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നമ്പർ 2 ശരിക്കും വരേണ്ടത് LDF ആണ്. അത് LDF 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഡീല് വല്ലാതെയായി നടത്തും. ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അങ്ങനെ ഞെട്ടിപ്പോയോ? ഇത് സത്യത്തിൽ ഷോക്കായിപ്പോയി ഇങ്ങനെ വാർത്ത കേട്ടപ്പോൾ. ആകെയുള്ളൊരു അനുജത്തിയാണ്, ആ ഒരു കൺസിഡറേഷൻ ഇല്ലേ? അല്ല, അത് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒക്കെ ചോദിക്കാണ്ട് സ്വയം തീരുമാനം എടുത്തിട്ട് അതിന് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് മുരളി മന്ദിരം ആരുടെ പേരിലാണ്? മുരളി മന്ദിരം ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. സ്മൃതി മണ്ഡപത്തിൽ കയറി ഒരു സംഘപരിവാർ ചിത്രം വരയ്ക്കാൻ നിന്നാൽ സമ്മതിക്കില്ല. അന്നേരം ഇത്തവണയും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. ഇത്തവണയും തുറക്കില്ല. പാർട്ടിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും 95 ലക്ഷമാണ് സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനുള്ളത്. അതിലേതാണ്ട് 50 ലക്ഷത്തോളം പാർട്ടിയുടെ ഒരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവും തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ K. മുരളീധരൻ MP ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ K. മുരളീധരൻ. നമസ്കാരം. ഇപ്പോൾ തൃശ്ശൂരിൽ എത്ര വോട്ടിന് ജയിക്കും? ഞാൻ എങ്ങനെ മൈനസ് വന്നാലും 25,000 എങ്കിലും ഞങ്ങൾ ജയിക്കും. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം ഇവിടെ KPCCയുടെ വിശാല യോഗം ഉണ്ടായിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അവരും ഇതേ ഒരു മാർജിനാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊരു ചെറിയ മാർജിൻ അല്ലേ? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലേ, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും മിനിമം കണക്കാക്കുന്ന ആളാണ്. ഞാൻ വടകരയിൽ പറഞ്ഞത് 15,000 മുതൽക്കാണ്. അത് 84,000-ൽ പരം വോട്ടിന് ജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് എന്തെല്ലാം അടിയൊഴുക്ക് എന്ത് സംഭവിച്ചാലും ശരി 25,000 മിനിമം ജയിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. അതിൽ താഴോട്ട് പോയില്ല. മേളിലോട്ട് എത്ര വേണേലും പോവാം. ശരിക്കും മത്സരം സുനിൽകുമാറുമായിട്ടായിരുന്നോ സുരേഷ് ഗോപിയായിട്ടായിരുന്നു? ശരിക്ക് LDF UDF മത്സരമായിട്ടാണ് ആരംഭിച്ചതെങ്കിലും ഇടയിൽ ആ തൃശ്ശൂർ പൂരം ഒക്കെ വന്ന സമയത്ത് ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട്. ചില വോട്ടുകളൊക്കെ ചില ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നാട്ടികയിലും ഗുരുവായൂരൊക്കെ ചില അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞത് അതൊന്നും UDFൻ്റെ വിജയപ്രതീക്ഷനെ ബാധിക്കുന്നില്ല. ചില ചാനലിൽ വന്നത് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് പരാജയ ഭീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില ചാനലിൽ വന്നത്. പരാജയ ഭീതിയുടെ പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതൊരു ഭീതിയല്ല, പരാജയം ഒരു ഭീതിയൊന്നുമല്ല. പരാജയം ഉണ്ടാവും, അതിലെങ്ങനെയാണ് പരാജയ ഭീതി? ഞാൻ പറഞ്ഞത് ചില നിയോജക മണ്ഡലങ്ങളിൽ അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് UDF ജയിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഒരു അസസ്മെൻറ്റ്. ഇപ്പോൾ നാട്ടികയിലും ഗുരുവായൂരിലും ഒക്കെ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ട് പോയിട്ടില്ല. LDFൻ്റെ വോട്ടുകളാണ് BJPക്ക്. താങ്കൾ ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നു അവിടെ തൃശ്ശൂരിൽ CPM BJP ഡീലുണ്ടെന്ന്. അത് ഡീലുണ്ട് എന്നുള്ളൊരു ഉദാഹരണം ലാസ്റ്റ് ഡേ EP ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അവിടെ പുറത്തു വന്നല്ലോ. EP ജയരാജൻ ജാവേദ്കറെ കണ്ടത് EP ജയരാജന് BJPയിലേക്ക് പോകാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം BJPയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം കേരള പൊളിറ്റിക്സ് നന്നായിട്ട് അറിയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ പറഞ്ഞാൽ ജാവേദ്കറെ കണ്ടപ്പോൾ ചോദിച്ചു, കരുവണ്ണൂരിൽ നിങ്ങളെന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്, നിങ്ങളെന്തിനാണ് ലാവ്ലിനിൽ ദ്രോഹിക്കുന്നത്? അപ്പോഴാണല്ലോ ജാവേദ്കർ പറയുന്നത് എല്ലാത്തിനും ഒരു ഒറ്റമൂലിയുണ്ട്, നിങ്ങൾ തൃശ്ശൂർ ജയിപ്പിച്ചതാണ്, എല്ലാം നമുക്ക് തീർക്കാമെന്ന് മാത്രമല്ല 2026 വീണ്ടും നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം. അതാണ് ഡീല്. അത് പക്ഷേ അത് ആരോപണമല്ലേ? ആരോപണമാണെങ്കിലും ഇത് ജയരാജൻ്റെ വാക്കിൽ നിന്നാണുള്ളത് വന്നത്. ജയരാജൻ പറഞ്ഞു ഞാൻ ക്ഷണിക്കാതെ വന്നു. ശരിയാണ്, ക്ഷണിക്കാതെ വന്നു കാണും. പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒറ്റമൂലി പ്രയോഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡീലുണ്ടായി എന്നാണ്. ആ ഡീലിൻ്റെ ഭാഗമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് നാട്ടികയിലും ഗുരുവായൂരൊക്കെ ചില പോയിന്റുകൾ അത് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തന്നെ പോലീസ് കമ്മീഷണർ കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടാക്കിയ ആളിനെ തന്നെ വീണ്ടും വെച്ചതും ഈ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ സമ്മതിക്കുക ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ? ഈ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അമിതമായിട്ടുള്ള അധികാരം എടുക്കാൻ പാടില്ല. എന്നാൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വഷളാകുമ്പോൾ ഒരു മന്ത്രിക്ക് ഇടപെടാം, പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ അങ്ങനെ ഇടപെട്ടില്ല. ചർച്ച നീണ്ടുപോയി. രാത്രി 11 മണിക്ക് ആരംഭിച്ച ചർച്ച ഫൈനലൈസ് ചെയ്യുന്ന 6 മണിക്കാണ്, പുലർച്ചെ 6 മണിക്ക്. അപ്പോഴത്തേക്ക് വെടിക്കെട്ടെല്ലാം സമയം കഴിഞ്ഞു. ഞാൻ വെടിക്കെട്ട് നേരിട്ട് പോയി കണ്ടു രാവിലെ. എന്തോ ഒരു കുറേ ശബ്ദം എന്നല്ലാതെ ആ വെടിക്കെട്ടിൻ്റെ എല്ലാ പൊലിമയും പോയി.
അതെല്ലാം BJP സഹായിക്കാൻ വേണ്ടി CPM-ന്റെ ചിലർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാലത്ത് തൊട്ടേ പ്രശ്നക്കാരനായിരുന്നു. രാവിലെ തൊട്ട് പത്രക്കാരടക്കം എല്ലാവരും മഠത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെയാണല്ലോ തിരുവമ്പാടിയുടെ മഠത്തിൽ വരെ തുടക്കം. അവിടെ നിൽക്കുമ്പോൾ ഇയാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പാസ് എടുത്ത് കാണിച്ചു. ഇങ്ങനെ 10-16 എണ്ണമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു. CPM പിന്നെ തിരിച്ച് നന്നായിട്ട് പ്രതികരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായി ഞാനതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടും ഒരാൾ. പകലൊന്നും പൂരപ്പറമ്പിൽ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് ആംബുലൻസിൽ വന്നിറങ്ങുന്നു. സേവാഭാരതിയുടെ വന്നിറങ്ങി പിന്നെ കക്ഷിയാണ് ചർച്ചകളും ഷോ വർക്കൊക്കെ ആരംഭിക്കുന്നത്. ഇതൊക്കെ അജണ്ടയുടെ ഭാഗം. അല്ല, CPM അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് UDF-നെ LDF-നെ ഒരുപോലെ ബാധിക്കില്ലേ? അത് തീർച്ചയായും LDF-നെ ബാധിക്കും. അതുണ്ടെങ്കിലാണ് നമുക്ക് അതാണ് ഈ പൊസിഷൻ പറയാത്തത്. UDF നമ്പർ 1 എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നമ്പർ 2 ശരിക്കും വരേണ്ടത് LDF ആണ്. അത് LDF 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഡീല് വല്ലാതെയായി എന്നർത്ഥം. അന്നേരം LDF-ഉം BJP-യും തമ്മിൽ 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ മണ്ഡലത്തിലുടനീളം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു 100% പിന്തുണ താങ്കൾക്ക് ലഭിച്ചോ? കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചില സംഘടനാ ദൗർബല്യങ്ങൾ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ബൂത്തുകളിലിരിക്കാൻ ആളില്ല. ബൂത്തുകളിൽ ചില ഭാഗത്തൊക്കെ അത് എനിക്ക് തോന്നുന്നത് അതിന് പരിഹാരം ഉണ്ടാക്കാനാണല്ലോ സുധാകരൻ CUC നിർദ്ദേശിച്ചത്. അത് വേണ്ടത്ര ഫലപ്രദമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുറവുണ്ടാവില്ലായിരുന്നു. ഇപ്പം പലയിടത്തും ബൂത്തിൽ പ്രശ്നങ്ങൾ, അതായത് ബൂത്തിലെ ആളെയൊക്കെ ഇരുത്തി ഞങ്ങൾ. പക്ഷേ എങ്കിലും പഴയ കാലത്തെ കോൺഗ്രസിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ, അതിൻ്റെ ഒരു കുറവ് ഇത്തവണ മൊത്തത്തിൽ അനുഭവപ്പെട്ടു കേരളത്തിലുടനീളം ഉണ്ടായി. ഇന്നത്തെ KPCC യോഗത്തിൽ താങ്കൾ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചുവെന്നും TN പ്രതാപന്റെയും അവിടുത്തെ DCC പ്രസിഡന്റിന്റെയും പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചെന്ന് വാർത്തയൊക്കെ തെറ്റാണ്. കാരണം അങ്ങനെ ഒരു നേതാവ് മാറി നിന്നിട്ടില്ല. എല്ലാവരും സഹകരിച്ചു, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷേ ചില പോയിന്റുകൾ ഉണ്ടായി, വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കില്ല. അത് ആർക്കും എതിരായിട്ടല്ല, ബോധപൂർവം ആരും ചെയ്തിട്ടില്ല. ചെയ്ത ചില ആളുകളുടെ പേര് അതിൽ ഇവർക്കാർക്കൊരു പങ്കുമില്ല. ചെയ്ത ചില ആളുകളുടെ അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. ചെയ്തിട്ടുണ്ട്. അത് ചില ആൾക്കാർ സ്ഥിരം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ കാർമ്മികത്വത്തിൽ ചെയ്യുന്നതല്ല. ചില ആൾക്കാരുണ്ട്, ചിലർ പാർട്ടി വിട്ടുപോകും, ചില അകത്തുനിന്ന് പണിയും. അത് പല ഇലക്ഷനും നമുക്ക് കണ്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചില 1-2 കേസുകളല്ലാതെ അവർക്കൊന്നും ഈ ഫലത്തിനെ സ്വാധീനിക്കാൻ തക്കവണ്ണം ഒരു കഴിവുമില്ല. പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ താങ്കൾ വടകരയിൽ നിന്ന് മാറി വന്നു, TN പ്രതാപൻ തൃശ്ശൂരിൽ നിന്ന് പിൻവാങ്ങി. ഈ പ്രചരണ വേളയിൽ പ്രതാപൻ താങ്കളുടെ വിയർപ്പ് ഒപ്പുകയും മുഖത്ത് ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു അമിതമായ വികാര പ്രകടനം കണ്ട് അത് വാസ്തവത്തിൽ പല ട്രോളുകൾക്ക് ഇടയാക്കി. അതല്ല, അതൊക്കെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അധികം കൂടെ നിർദ്ദേശിച്ചു തരുന്ന സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചാണ്. അതല്ലാതെ ഈ ആർക്കും കുറ്റം പറയേണ്ടവർക്ക് ഏതിനും കുറ്റം കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ ആ രീതിയിൽ കണ്ടാൽ മതി. TN പ്രതാപൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ അല്ലെങ്കിൽ രമ്യ ഹരിദാസ് ആലത്തൂരിൽ, തൃശ്ശൂരിൽ താങ്കൾ, നിങ്ങൾക്ക് ആർക്കും ഈ പാർലമെൻറ്റിലേക്ക് വീണ്ടും പോകാൻ ഉള്ളുകൊണ്ട് വലിയ താല്പര്യമില്ലായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് ചവിട്ടി പിടിച്ചെന്ന് ചില വിമർശകർ പറയുന്നു. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ എനിക്ക് കേരളത്തിലാണ് താല്പര്യം, അതിൽ വട്ടിയൂർക്കാവിലാണ് താല്പര്യം. അതൊന്നും ഞാൻ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ പാർട്ടി ലോക്സഭയിലേക്ക് നിൽക്കാൻ പറഞ്ഞു, മത്സരിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോൾ വടകരയിൽ നിന്ന് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു പ്രതികൂല എന്തെങ്കിലും ഭാഗമായിട്ട് അത് എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മാർച്ച് 7-ാം തീയതി രാത്രിയാണ് എന്നോട് പാർട്ടി ഇങ്ങനെ മാറേണ്ടി വരുമെന്ന് പറഞ്ഞത്. 8-ാം തീയതി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തി. 9-ാം തീയതി മുതൽ തൃശ്ശൂരുണ്ടായിരുന്നു. 28-ാം തീയതി അവിടെ തന്നെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ഈ 5 വർഷക്കാലം വടകരയിൽ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ, ഇപ്പം എനിക്കറിയാം, താങ്കൾ ആദ്യമായിട്ട് ഇമ്പിച്ചി ബാവയോട്ട് മത്സരിച്ചപ്പോൾ കോഴിക്കോട് ആ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാമെന്നൊരു പത്രപ്രവർത്തനം. അതിന് താങ്കളുടെ ഒരു മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ താങ്കൾ അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കയ്യിലെടുക്കുന്ന, അല്ലെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. അങ്ങനെ വടകരയിലെ 5 വർഷത്തെ പ്രവർത്തനത്തിന് പിന്നെ അതിനൊരു അവസരം വന്നതല്ലേ ഇപ്പോൾ വീണ്ടും മത്സരിച്ചപ്പോൾ? അല്ല, വടകരയിലെ 5 വർഷക്കാലം പറയുമ്പോൾ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ളൊരു ചേരിതിരിവുള്ള നിയോജകമണ്ഡലങ്ങളിലൊന്നാണ് വടകര. പലപ്പോഴും ഞാൻ MP ആയിട്ട് വന്നപ്പോൾ പലർക്കും ഇടതുപക്ഷക്കാർക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇലക്ഷൻ കാലത്തെ അതേ അപ്രോച്ചാണോ. പക്ഷേ മഹാഭൂരിപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റുമാർ LDF ആണ് ഇവിടെ. പക്ഷെ അവരെയൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്.
5 വർഷക്കാലം നല്ല രീതിയിൽ അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി. അതിലൊക്കെ അവരുടെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവിക ഇലക്ഷൻ വരുമ്പോൾ ചേരിതിരിവുണ്ടാവും. അങ്ങനെ ചേരിതിരിവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാറി. പക്ഷേ എങ്കിലും അവിടെ നടത്തിയ പ്രവർത്തനത്തിന്റെ മാർക്ക് രേഖപ്പെടുത്തുന്ന ഒരു അവസരമായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഷാഫിക്ക് മറ്റ് ഒരു താഴെ തട്ടിലൊന്നും ഒരു എതിർപ്പും ഉണ്ടായില്ല. അദ്ദേഹത്തിനെ 2 കൈ നീട്ടി UDF സ്വീകരിച്ചു. നല്ല വർക്ക് നടത്തി. നല്ല വിജയം വടകരയിലുണ്ടാവും. താങ്കൾ മത്സരിച്ച വേളയിലെ രീതിയിലായിരുന്നില്ല ഇത്തവണത്തെ പ്രചരണം വടകരയിൽ. ശരിക്കും വർഗീയതയെല്ലാം വലിയ വിഷയമായി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ അതിൽ വളരെ ദുഃഖിക്കുന്ന ഒരാളാണ്. ഈ കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും സംഭവിക്കരുത്. കാരണം ഞാൻ കോഴിക്കോട് 3 തവണ ജയിച്ചു, വടകരയിൽ ജയിച്ചു. അവിടെയൊക്കെ മെജോറിറ്റി, അതായത് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് മൈനോറിറ്റിയാണ്. മൈനോറിറ്റിക്ക് ഏറ്റവും നല്ല സ്ട്രെങ്ത് ഉള്ള നിയോജകമണ്ഡലങ്ങളാണ്. ഇപ്പം തന്നെ എടുത്താൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഇവിടെയൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഹൈന്ദവരായിട്ടുള്ള സ്ഥാനാർത്ഥികളല്ലേ ജയിച്ചത്. ആരുടെ വോട്ടം ഉണ്ടാകും? മുസ്ലിങ്ങളുടെ കൂടെ വോട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ മതം നോക്കാതെ വോട്ട് ചെയ്യുന്നൊരു പ്രദേശത്ത് മതത്തിൻ്റെ പേരിലൊരു വിഭജനം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്, വളരെ ദുഃഖകരമാണ്. 2 കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? അല്ല, അതിലെ കൂടുതൽ ഒരിക്കലും ഞാൻ പറയല്ലോ, അതിലേറ്റവും ഉണ്ടായത് LDFൻ്റെ ഭാഗത്താണ്. ഞാനിപ്പോൾ UDF കാരനായതുകൊണ്ട് പറയല്ല. അവർ പല രീതിയിൽ ഷാഫീനെ ഒരു മുസ്ലിമായിട്ട് മുദ്ര കുത്താനും ചില സന്ദർഭങ്ങളിൽ ഷാഫിയെ തന്നെ കാഫറാക്കാനും നോക്കി. 2 അവർ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ പറയുമ്പോൾ അതിൻ്റെ ഭരണസമിതിയൊക്കെ CPMകാരാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നാലായിരിക്കും അദ്ദേഹത്തിന് സ്വീകരിച്ചു. അതിന് ഇവർ കമൻ്റ് ഇട്ടാൽ എന്താ അറിയോ? ഇയാൾ വിഗ്രഹാരാധന നടത്തിയപ്പോൾ സ്വയം മതത്തിൽ നിന്ന് പുറത്തായി. ഇത് ആരാ പറയുന്നത്? CPM പറയുന്നത്. ഇത് BJP അല്ല പറയുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയ സംഘടനകളല്ല പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ഷന് 4 വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ അധപ്പതിക്കാൻ പാടില്ലേ? എന്നാലും ടീച്ചറും ഒരു പക്ഷേ ഒരു സാധാരണ ഒരു സ്ഥാനാർത്ഥി വേറെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പറയാനില്ല. ടീച്ചറിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ള അത് തെറ്റാണ്. ടീച്ചർ അത് ഉണ്ടായി കാണിക്കാൻ പറഞ്ഞു, അത് പിൻവാങ്ങിയത്. അന്ന് ടീച്ചർ പിന്മാറി. പക്ഷെ ചിത്രങ്ങൾ കാണിക്കട്ടെ, കേസ് എടുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞാൽ ആരത് ചെയ്താലും പാർട്ടി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. UDF അതിനെ അനുകൂലിക്കില്ല. പക്ഷേ ഇവരുണ്ട് എന്ന് പറയുന്നതല്ല, സംഭവം പുറത്ത് കാണിക്കുന്നുമില്ല, കേസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ആരാ ഉണ്ടാക്കിയത്? ഇത് ആരോപണം ഉന്നയിക്കേണ്ടവരല്ലേ തെളിയിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ലെവൽ വിട്ട് താഴോട്ട് ഇറങ്ങി. വല്ലാത്തൊരു മോശമായിപ്പോയി. പക്ഷെ വടകരയിലെ വർഗീയതയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലുടനീളം ഇപ്പം CAA വന്ന ശേഷം ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയല്ലേ UDF LDF പരസ്പരം മത്സരം? അല്ല, UDF പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് നയമുണ്ട്. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് വന്നു, ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ സഖ്യം വന്നാൽ അത് പിൻവലിക്കും. പ്രകടനപത്രികയിലില്ല, പ്രകടനപത്രികയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതായത് ഇന്ത്യ മുന്നണിയാണ് വരുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി വരുമ്പോൾ ഇത് പിൻവലിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു. ആം ആദ്മി എല്ലാവരും ചേർന്നിട്ടുള്ളതല്ലേ ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിലുള്ള കോൺഗ്രസ്സാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് പിണറായിക്ക് ഇങ്ങനെ സംശയം? അല്ല, CAAയുടെ വിഷയമാണെങ്കിൽ പോലും എൻ്റെ ചോദ്യം, ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തത്തിൽ UDFും LDFും തമ്മിൽ ആ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയല്ലായിരുന്നു? അങ്ങനെയല്ല. ഞങ്ങളുടെ അജണ്ടയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു മതത്തിനെയും ഹർട്ട് ചെയ്യുന്ന ഒന്നിനോട് ഞങ്ങൾ അനുകൂലിക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാം, കേരളത്തിൽ ശബരിമല വിഷയം ഉണ്ടായി. ഞങ്ങളുടെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോയല്ലോ. ഞാനന്ന് പദയാത്ര നടത്തിയ ആളാണ്, തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലേക്ക്. അതുപോലെ തന്നെ ഗണപതി ഒരു മിഥ്യയാണെന്ന് സ്പീക്കർ പറഞ്ഞു, ഞങ്ങൾ എതിർത്തല്ലോ. ഞങ്ങൾ ഒരു മതത്തിനെയും ഹരാസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കും. ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രീണനമല്ല, അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങൾ പറഞ്ഞു. പൊതുവേ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായതുകൊണ്ട് അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ CPMൽ നിന്ന് അകന്നുപോയി എന്ന് ഒരു വിലയിരുത്തലുണ്ട്. അല്ല, അപ്പർ കാസ്റ്റ് ഒരിക്കലും അകന്നുപോയി ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെല്ലാം ഇങ്ങനത്തെ ചില പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തൃശ്ശൂരിൽ ചില പ്രത്യേക പോക്കറ്റുകൾ പാർട്ടി കുറച്ച് വീക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ. സാധാരണ MP ക്യാൻഡിഡേറ്റിന് ചെയ്യാൻ കഴിയില്ല, കാരണം 7 അസംബ്ലി ഉണ്ടല്ലോ. പക്ഷേ തൃശ്ശൂരെ ചില പോയിന്റുകളിൽ
ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ചിലരിടത്തൊക്കെ ഇങ്ങനെ തെറ്റായിട്ടുള്ള ഓരോന്ന് കുത്തിവെച്ചിട്ടുണ്ട്. അതായത് മോഡി വന്നാലേ ഹിന്ദുക്കൾക്ക് രക്ഷയുള്ളൂ. ഞാൻ ഹിന്ദുക്കൾക്ക് ഇവിടെ എന്താ കുഴപ്പം എന്താ? ആരിപ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ കേൾക്കുന്ന എല്ലാ പേരും ഈ ഹിന്ദു മതത്തിൻ്റെ തന്നെയല്ലേ, പിന്നെ ഇങ്ങനെ മോഡിക്ക് മാത്രം രക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഓപ്പറേഷനുകൾ ചില ഭാഗത്ത് ഇങ്ങനെ നടത്തിയതാണ്. അതല്ലാതെ ഇതിന് സ്ഥായിയായിട്ടുള്ള ഒരു നിലനിൽപ്പൊന്നുമില്ല. ഇല്ല. ഇപ്പം സംസാര മധ്യേ താങ്കൾ പറഞ്ഞു ഇങ്ങനെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ പേരിൽ നടപടി വരുമെന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് പത്മജ വേണുഗോപാലും പറഞ്ഞത്. മത്സരിച്ചപ്പോഴൊക്കെ തോക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ശ്രമിച്ചു. അത് ഞാൻ പറഞ്ഞത് അതൊക്കെ ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിലാരും തോൽക്കില്ല. ഇപ്പം ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വട്ടിയൂർക്കാവിൽ നിന്നപ്പോൾ എങ്ങനെയായിരുന്നു? ചില ആളുകളൊക്കെ നോക്കി, ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, ഓരോ വീടുകളിലും കയറി ചെന്നു. കാരണം അസംബ്ലി ആകുമ്പോൾ ചെറിയ സ്ഥലമാണ്, ചെന്നു അതിനൊക്കെ കവർ ചെയ്തിട്ട് ഞാൻ ജയിച്ചു. അപ്പോൾ പഴയ കാലം പോലെയല്ല, നേരെ മറിച്ച് ചിലരൊക്കെ മതവും ജാതിയും പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ കെയർഫുൾ ആവേണ്ടത്. നേരെ എക്സ് വൈനെ തോൽപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല. ഇപ്പോൾ പത്മജയുടെ കാര്യത്തിൽ അവർ BJP പോയി. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ പ്രവർത്തിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല. അതിനെ ഒരു വിമർശിച്ചപ്പോൾ ഒരു സഹോദരി എന്നുള്ള ചിന്ത മനസ്സിലില്ലായിരുന്നു. ഇല്ല, അതല്ല, അത് പോയ സമയം. ഞാൻ പറഞ്ഞ അങ്ങനെ പാർട്ടിയോട് വിശ്വാസക്കുറവുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ പോവായിരുന്നു. ഒരു ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ പാർട്ടി നിൽക്കുമ്പോൾ സഹോദരനുൾപ്പെടെയുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്താൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാവില്ലേ? നാളെ ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദുഷ്പേരുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അങ്ങനെ ഞെട്ടിപ്പോയോ? ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു. ഞാനന്ന് ഒരു സ്വകാര്യ ചാനലിൽ കാലത്ത് ഇങ്ങനെ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഫോണിൽ വിളിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് വിളിച്ചാൽ കിട്ടുന്നില്ല. അല്ല, നിങ്ങൾ തമ്മിൽ ഒരു സഹോദരൻ സഹോദരി എന്നുള്ള നിലയിൽ നിരന്തരം കോണ്ടാക്റ്റും ഫോണിൽ സംഭാഷണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് വരെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ കുടുംബ കാര്യം മാത്രമല്ല രാഷ്ട്രീയം പറയാം. കാരണം രണ്ടുപേരും കോൺഗ്രസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണല്ലോ. പക്ഷേ ഇങ്ങനൊരു സൂചന പോലും കിട്ടിയില്ല, മറ്റാരിൽ നിന്നും കിട്ടിയില്ല. BJP ആരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് സത്യത്തിൽ ഷോക്കായിപ്പോയി ഇങ്ങനെ വാർത്ത കേട്ടപ്പോൾ. ഇപ്പോൾ മുരളി മന്ദിരത്തിൽ സംഘപരിവാറിൻ്റെ ആൾക്കാരെ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ താങ്കൾ ഒരു പരാമർശം നടത്തി. തീർച്ചയായും. ശരിക്കും മുരളി മന്ദിരം ആരുടെ പേരിലാണ്? മുരളി മന്ദിരം ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. അത് അച്ഛൻ്റെ പേരിലുള്ള, അത് അമ്മയുടെ പേരിലായിരുന്നു. അത് പിന്നെ അച്ഛൻ്റെ പേരിലായി. അപ്പോൾ അച്ഛൻ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അതിലും അധികം മരണപ്പെട്ടു പോയി. അതേസമയത്ത് തിരുവനന്തപുരത്തെ വീട് എനിക്ക് എൻ്റെ പേരിലാക്കി. തൃശ്ശൂരെ വീട്ടിലൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മരിച്ചപ്പോൾ മക്കൾക്ക് തുല്യാവകാശം, 2 പേർക്കും തുല്യാവകാശം. അത് തുല്യാവകാശം. അവരെ ഇപ്പോൾ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അവിടെ വരുന്നത് തെറ്റെന്ന് പറയാൻ പറ്റും. ആ വീട്ടിൽ വരുന്നതിൽ വീട്ടിൽ വന്ന് കാണുന്നതിലല്ല. പക്ഷേ അവിടെ ഈ വിശ്വാസത്തിൽ, അതായത് സ്മൃതി മണ്ഡപത്തിൽ കയറി ഒരു സംഘപരിവാർ ചിത്രം വരയ്ക്കാൻ നിന്നാൽ സമ്മതിക്കില്ല. പത്മജ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം മുരളിയേട്ടൻ പെട്ടെന്ന് എടുത്തുചാടും. ഇപ്പോൾ പിന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയെ പോകാൻ പറഞ്ഞപ്പോൾ അന്ന് UPA ഗവൺമെൻറ് വന്ന കേന്ദ്രമന്ത്രി ആവുമെന്നുള്ള പ്രതീക്ഷയിൽ പോയി. അവിടുന്ന് ചാടി പിന്നെ നേമത്ത് വന്ന് മത്സരിച്ചു. ഇപ്പോഴും വട്ടിയൂർക്കാവിൽ നിന്ന് വോട്ട് ചെയ്യുന്ന വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവ് തന്നെയാണ് കണ്ണ്. അത് മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം, വോട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതിന് എന്താ കുഴപ്പം? എന്താ വോട്ട് എപ്പോഴും വോട്ട് മാറ്റാൻ പറ്റുമോ? വട്ടിയൂർക്കാവെന്ന് എന്നെ വടകരയ്ക്ക് വിടുന്ന അവിടെ വേറെ സ്ഥാനാർത്ഥിയുടെ ഒരു അന്നത്തെ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞാണ് പോയി നിൽക്കാൻ. പാർട്ടി പറഞ്ഞ് പോയി നിന്ന് മത്സരിച്ച് ജയിച്ചു. നേമത്ത് ഞാൻ നിന്നതിന് പത്മയ്ക്ക് ദേഷ്യം എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് BJP കൂടുതൽ വയലൻ്റായി, അതുകൊണ്ട് സുരേഷ് ഗോപിയെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി, അത് കാരണം തോറ്റു എന്നൊക്കെയാണ്. അതിനിപ്പോൾ എന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ? നമ്മൾ രാഷ്ട്രീയ ലൈൻ എടുക്കുമ്പോൾ അതിൽ വിശ്വസിച്ച് നിൽക്കണ്ടേ? അപ്പം നേമത്ത് മത്സരിക്കുമ്പോൾ പറയാൻ ജയിക്കില്ല എന്ന്, കാരണം പാർട്ടി അത്രയ്ക്ക് ദുർബലമാണ് അവിടെ പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയില്ലേ, ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചില്ല. അതുകൊണ്ടാണ് BJP തോക്കുകയും ചെയ്തു. അതുകൊണ്ട് BJP തോറ്റു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിനെ BJP നിർബന്ധിച്ച് നിർത്തിയത്. സുരേഷ് ഗോപിക്ക് നിൽക്കാൻ ഇഷ്ടമില്ല. അതെ, അത് എന്നോടും പറഞ്ഞ് നിൽക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ അന്ന് MP-മാരാണല്ലോ, രാജ്യസഭ നോമിനേറ്റഡ് മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ പാർട്ടി നിർബന്ധിച്ചു, അദ്ദേഹത്തിന് പോയി നിന്നു. അതുകൊണ്ട് തോറ്റുപോയി എന്നാണ് പത്മജയുടെ കണക്കുകൂട്ടൽ.
അപ്പോൾ ഇതിന് BJP ചേർന്ന ശേഷം നേരിൽ കണ്ടോ? ഇതുവരെ കണ്ടിട്ടുമില്ല, ഞാൻ സംസാരിച്ചിട്ട് വിളിച്ചിട്ടുമില്ല. ഇല്ല. അതിന് ഇനി ആ നിലപാട് മാറി? ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. കാരണം അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു എന്താ പറയുക എതിർവശത്ത് നിൽക്കുമ്പോൾ അങ്ങനത്തെ വ്യക്തിബന്ധങ്ങൾക്കൊന്നും പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ ശ്രീ AK ആൻ്റണി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു, പക്ഷേ ഇപ്പം ഒരു വീട്ടിൽ ഒരു 2 പാർട്ടി നേതാക്കൾ വീട്ടിൽ കുടുംബത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്, രാഷ്ട്രീയത്തിലില്ല, അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു. എനിക്ക് ആ സമീപനം ഞാൻ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കൈക്കർണാറിൻ്റെ മകളും AK ആൻ്റണിയുടെ മകനും BJP ചേർന്നു. അതുകൊണ്ട് കേരളത്തിൽ എന്തുണ്ടാവും എന്നുള്ളതിനേക്കാൾ ദേശീയ തലത്തിൽ അത് കോൺഗ്രസിനൊരു തിരിച്ചടിയല്ലേ? അല്ല, 2 പ്രധാന നേതാക്കന്മാരുടെ മക്കൾ പോയി എന്ന് പറയുമ്പോൾ ഒരു പബ്ലിസിറ്റി കിട്ടുമല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അനിൽ ആൻ്റണി പത്തനംതിട്ട നിൽക്കുന്നുണ്ട്. അടുത്ത മാസം ഈ നേരത്തെ റിസൾട്ട് വരുമ്പോൾ അതിന് ദയനീയമായി തോൽക്കും, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. നമ്മളിന്ന് സംസാരിക്കുന്ന ദിവസം തന്നെ PCC അധ്യക്ഷൻ ഡൽഹിയിലെ അരവിന്ദ് അദ്ദേഹം പോയെന്ന് BJP ചേർന്നു. ഇന്ന് BJP അത് പോകുമ്പോഴേ അറിയായിരുന്നു, രാജിവെച്ചപ്പോഴേ അറിയാം. ഒരു ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ ഒരാൾ രാജിവെച്ചാൽ അതിൻ്റെ അർത്ഥം പാർട്ടീനെ കുഴിയിലാക്കാമെന്ന് തന്നെയാണ്. പക്ഷേ അത് അപ്പോൾ തന്നെ പാർട്ടി ബദൽ നടപടി സ്വീകരിച്ചു. അവിടെ ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയായിട്ടുള്ളൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ തന്നെ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ഒഴുക്കുണ്ടാവുന്നതാണ് അവരുടെ നേതാക്കൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല. കാരണം UDFും LDFും ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നിടത്തോളം കാലം BJPക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ സാധിക്കില്ല. കാരണം മൈനോറിറ്റി ഒരു കാലത്തും അവരംഗീകരിക്കില്ല. ഇപ്പോൾ ഇവർ വിചാരിച്ചത് മൈനോറിറ്റിയിലൊരു വിഭജനം ഉണ്ടാക്കി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ കൂടെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മണിപ്പൂർ വന്നപ്പോൾ ഇവരുടെ തനി സ്വരൂപം കാണിച്ചു. അന്നേരം ഇത്തവണയും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. ഇത്തവണയും തുറക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂരായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ബൂത്തുകളിലും ഇരിക്കാൻ പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കിട്ടിയില്ല, പലരും പാലം വലിച്ചു എന്നുള്ള വിമർശനം ശക്തമാണ്. ഏതായാലും ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പാർട്ടിയിൽ വീണ്ടും യോഗം കൂടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് ഹോംവർക്ക് ചെയ്യാത്തൊരു പാർട്ടിയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 അത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വൻ പരാജയം വന്നു. അന്നേരം ഈ പാർട്ടി നേതൃത്വം എന്താണ് ചെയ്യുന്നത്? അല്ല, അതിൽ കോവിഡ് ആയിരുന്നു അന്നത്തെ പ്രധാന കാരണം. സത്യം പറഞ്ഞാൽ ഒരു പാർട്ടി യോഗം പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു. അതായത് ഈ 2-3 മൈക്ക് ഓപ്പറേറ്റർമാർ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ശേഷം സൂയിസൈഡ് ചെയ്തു. കാരണം ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് വായ്പ എടുത്ത്? പഞ്ചായത്ത് ഇലക്ഷനാണ്, നല്ല പബ്ലിസിറ്റി, എന്താ രാഷ്ട്രീയ പാർട്ടികൾ ഓടിച്ചിട്ട് മൈക്ക് ഓപ്പറേറ്റർമാർ ഓടിച്ചിട്ട് പിടിക്കുന്ന സമയം. ആ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരിടത്തും ഡിമാൻഡ് ഉണ്ടായില്ല. കാരണം മീറ്റിംഗ് നടന്നില്ല, കോവിഡ് കാരണം. പ്രത്യേകിച്ച് അസംബ്ലി ഇലക്ഷനിൽ കോവിഡിൻ്റെ 2ാം വ്യാപനം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കൊരു സർക്കാരിനെതിരായിട്ടുള്ളൊരു ആൻറ്റി ഇൻകംബൻസി വേവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കോവിഡ് കാരണം ഒരു ഭയം ജനങ്ങളെ സ്വാധീനിച്ചു. ഭരിക്കുന്ന സർക്കാരുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് നിധി കിട്ടുന്ന പോലെയായിരുന്നു. കാരണം ഒന്നും പുറത്തിറങ്ങാൻ നിവർത്തിയില്ല, സാധനങ്ങൾ അതൊക്കെയാണ് അന്ന് LDFനെ വിജയിപ്പിച്ചത്. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ 3 വർഷത്തിലേക്ക് അടുക്കുകയാണ് ഈ ഭരണം. കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാവുന്ന അനവധി വിഷയങ്ങൾ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ലോക്സഭയിൽ എന്തായാലും ജയിക്കും UDF. കാരണം എപ്പോഴും ലോക്സഭയിൽ ഒരു മാർക്ക് കോൺഗ്രസിന് ഒരു ഇതുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ 2019 അനുഭവം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്ന് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ പഞ്ചായത്ത് ഇലക്ഷൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടായ പരസ്യമായിട്ടുള്ള ചില ഏറ്റുമുട്ടലുകൾ അതും വലിയ അവമതിപ്പുണ്ടാക്കിയില്ല. അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ കെയർഫുൾ ആവണമല്ലോ. അതിൽ വീഴ്ച പറ്റിയെന്ന് 2 പേരും പറഞ്ഞു. അത് പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ സമയത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും പറഞ്ഞ് നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പൈസയില്ല. പക്ഷേ ഇന്ന് നടന്ന KPCC യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പല മണ്ഡലങ്ങളിലും ഫലപ്രദമായി വിനിയോഗിച്ചില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്കൊക്കെ പാർട്ടി തന്നിട്ടുള്ള ഫണ്ട് പാർട്ടിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും 95 ലക്ഷമാണ് സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാനുള്ളത്.
അതിലേതാണ്ട് 50 ലക്ഷത്തോളം പാർട്ടിയുടെ ഒരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും ഒരുപോലെ തന്നെ. അതൊക്കെ ഞങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ആണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു, വയനാട്ടിൽ മത്സരിച്ചു. ഇപ്പോൾ ഇത് രണ്ടിലും വിജയിച്ചാൽ ഒരെണ്ണം ഉപേക്ഷിക്കേണ്ടി വരും. അന്നേരം വയനാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കും. അല്ല, അതിപ്പോൾ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും വയനാട്ടുകാർക്കറിയാം 2-1 ഉപേക്ഷിക്കുന്നു. പക്ഷേ അതൊന്നും അവർ പുറത്ത് കാണിച്ചില്ല. അവർ നന്നായിട്ട് സഹകരിച്ചു, അദ്ദേഹത്തിനെ 4 ലക്ഷം വോട്ടിന് ജയിപ്പിച്ചു. പക്ഷേ അമേത്തി അദ്ദേഹത്തിനെ കൈവിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വയനാടിൻ്റെ MP ആയി. ഇത്തവണ അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ് സീറ്റ് വയനാടാണ്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ തീരുമാനിച്ചു, അവിടെ കണ്ടസ്റ്റ് ചെയ്തു, ഇലക്ഷൻ പൂർത്തീകരിച്ചു. ആ നേരത്താണ്, അതിനുശേഷമാണ് ലാസ്റ്റ് റൗണ്ടിൽ അമേത്തിയും റായ്ബറേലിയും വരുന്നത്. അപ്പോൾ റായ്ബറേലിൽ സോണിയാഗാന്ധി ഒഴിഞ്ഞ് രാജ്യസഭയിൽ പോയി. ഇവിടെ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു 2 പേര് കുടുംബത്തിൽ നിന്നുണ്ട്, ഒരാൾ രാജ്യസഭയിലുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് അവർ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തപ്പോൾ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ സീരിയസ്നെസ് കിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ വിജയിക്കും. ബാക്കി കാര്യങ്ങൾ ബാക്കിയെ നമുക്ക് ജൂൺ 4-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കും. പക്ഷേ അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പോയത് ഒളിച്ചോട്ടമായിട്ടാണ് BJP പ്രത്യേകിച്ച് ആരോപിച്ചത്. അമേത്തിയും റായ്ബറേലിയും രണ്ടും നെഹ്റു കുടുംബം പ്രതിദാനം ചെയ്ത സീറ്റാണ്. നെഹ്റു കുടുംബത്തിൽ പ്രിയങ്ക ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രിയങ്ക പറഞ്ഞു ഞാനൊരിടത്തും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ അമേത്തിയിൽ പ്രിയങ്ക ഗാന്ധിനെ മത്സരിപ്പിച്ച് ഇതാക്കാനായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെ ഇവരുടെ നിരന്തരമുള്ള പ്രചാരണം ഉണ്ടല്ലോ, കുടുംബാധിപത്യം. പറഞ്ഞു ഒരാൾ രാജ്യസഭയിലുണ്ട്, ഒരാൾ ലോക്സഭയിലുണ്ട്, ഞാനില്ല. അങ്ങനെ മാറുകയായിരുന്നു. അങ്ങനെയാണ് അവർ മാറി. ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിച്ചു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാജ്യസഭാംഗമായിരിക്കെ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചു. KPCC പ്രസിഡന്റായ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു. ഇപ്പോൾ മുൻ KPCC പ്രസിഡന്റായ പക്ഷേ നിലവിൽ സിറ്റിംഗ് MP എന്നുള്ള താങ്കളടക്കം മത്സരിച്ചു. നേതാക്കന്മാരെല്ലാം സ്ഥാനാർത്ഥികളായപ്പോൾ ഈ പാർട്ടിയിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചുവന്ന യുവതലമുറയ്ക്ക് എന്ത് കിട്ടി? യുവതലമുറയാണല്ലോ ഷാഫി, യുവതലമുറയുടെ ആളല്ലേ ഷാഫി. സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA ആണെങ്കിൽ അദ്ദേഹത്തിന് കുറേ കൂടെ അദ്ദേഹത്തിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് വടകരയിൽ അദ്ദേഹത്തിന് നിർത്തിയത്. അല്ല, ഞാൻ പറയുന്നത് പുതിയ ആൾക്കാർ, ഇപ്പോൾ MLA MP ഒന്നും ആകാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഇവരാരെയും നിയമസഭയിലേക്ക് മത്സരിക്കില്ല. ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളൊക്കെ MP-മാരായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിയമസഭയിലേക്കില്ല. നിയമസഭയിലേക്ക് വരേണ്ട ചെറുപ്പക്കാർ വരട്ടെ. അന്നേരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ താങ്കളുടെ തലമുറ, ആ തലമുറയിൽ കേരളത്തിൽ KPCC പ്രസിഡൻ്റായിരുന്ന ആളാണ് താങ്കൾ. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അന്നേരം അത്തരം ഒരു അവസരം താങ്കൾക്ക് ഇപ്പോൾ പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും താങ്കൾ അനുസരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. കാരണം തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ഇനി 5 വർഷത്തേക്ക് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പില്ല. ഇല്ല. 5 വർഷം തൃശ്ശൂർ എന്നെ വിജയിപ്പിക്കുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. തൃശ്ശൂരിൻ്റെ MP ആയി കഴിഞ്ഞാൽ 5 വർഷം തൃശ്ശൂരിൽ തന്നെ ഉണ്ടാവും. ഇപ്പം തന്നെ ഈ പ്രായം എന്നുള്ളൊരു ഘടകം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു മത്സരം എനിക്ക് താല്പര്യമില്ല. വട്ടിയൂർക്കാവിൻ്റെ ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് ആദ്യം പറഞ്ഞു. അല്ല, വട്ടിയൂർക്കാവ് മനസ്സിലുണ്ട്, പക്ഷേ അവിടുന്ന് വോട്ട് മാറ്റുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു മത്സരം ഇനിയില്ല. ഇല്ല. അത് പക്ഷേ ഒരു കാലത്തിൻ്റെ വിധി പോലെ ഇരിക്കട്ടെ എന്നായിരിക്കും അല്ലേ? അല്ല, അത് തന്നെ. ഏതായാലും 5 വർഷത്തേക്ക് മത്സരമില്ല. ഇപ്പം KPCC പ്രസിഡന്റ് തന്നെ എല്ലാവരും പാർലമെൻറ്റിലേക്കാണ് മത്സരിക്കുന്നത്. ഒരു പക്ഷേ വിജയിച്ച് വരാം. അന്നേരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവിനായിരിക്കും. പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഴയ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉണ്ട്. അവർ 2 പേരും ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് പഞ്ചായത്തും കൂടെ കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ. ഇപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഇടയ്ക്ക് ടോക്കിംഗ് ടൈംസിലല്ലായിരുന്നു, സംസാരമില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അല്ലല്ല, രമേശ് ഇപ്പോൾ നല്ലതിൽ തന്നെയാണ് പോകുന്നത്. താങ്കൾ മത്സരിച്ചപ്പോൾ പ്രചരണ സമിതിയുടെ ചുമതല അദ്ദേഹത്തിന് കൈമാറി. അന്നേരം ഇനിയിപ്പം ഈ MP ആയി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റ് പദവികളിലൊന്നും അതിനോടൊന്നും താല്പര്യമൊന്നുമില്ല. കാരണം MP-മാർക്ക് തന്നെ കൂടുതൽ ജോലിയുണ്ട്. 7 ഇടത്ത് ഓടിയെത്തണം. ഒരു പുതിയ സ്ഥലമാണ്. അവിടുത്തെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് കണ്ടു പഠിക്കണം, അത് മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം.
അതുകൊണ്ടൊക്കെ ഒരു പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനത്തിനെ കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ അർഹതപ്പെട്ട അവസരങ്ങൾ പാർട്ടി തന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, പാർലമെൻറ്റിലേക്ക് സീറ്റ് എത്ര പേര് കിട്ടാത്തവരുണ്ട്. ലോക്സഭയിലേക്ക് ഇപ്പോൾ 4 തവണ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ്, 2 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അവർ ഈ ഒരു എക്സാകുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പാർട്ടി തന്ന തന്നെയല്ലേ. അങ്ങനെയുള്ള അസംതൃപ്തിയൊന്നുമില്ല. ഇല്ല, അതില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരു വിവാദം നടക്കുന്നുണ്ട്. അതായത് മേയർ സഞ്ചരിച്ച വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ഒരു KSRTC ബസ് ഡ്രൈവർ ശ്രമിച്ചതും അയാൾ ഇവരോട് ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് മേയർ ആരോപിക്കുന്നുണ്ട്. വണ്ടി കുറുകെ ഇട്ട വിവാദം എന്ത് പറയുന്നു? അതിൽ മേയർ ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു. മേയറുടെ ഭാഗത്ത് തന്നെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു KSRTC ബസ് ഡ്രൈവർ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് നേരെ ചെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. ഞാനൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ബസ് നമ്മളവിടെ നിന്ന്, ഞാൻ പറയാം, ഒരു നടു റോട്ടിൽ നിന്നൊരു ബഹളം ഉണ്ടാക്കാൻ പോയാൽ ജനങ്ങൾ നമ്മുടെ കൂടെ ന്യായം ഉണ്ടെങ്കിലും ചില ആൾക്കാർ നിന്നൊന്നും വരില്ല. എപ്പോഴും ജനപ്രതിനിധികളെ മോശമാക്കാൻ ശ്രമിക്കും. ഞാൻ സാധാരണ ചെയ്യാറ്, ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ ഞാൻ ഈ നമ്പർ വിളിച്ച് സ്റ്റേഷനിൽ പറയും. പോലീസ് ആക്ഷൻ എടുക്കും, വന്ന് പിന്നെ കോംപ്രമൈസ് ചെയ്യും. അല്ലാതെ ഈ നടു റോഡിൽ നിന്ന് കൈ കാണിച്ച് നിർത്തിയിട്ട് പറയുക, അത് എപ്പോഴും പ്രശ്നം ഉണ്ടാകും. ഞാൻ പറയാം, ആര് ചെയ്താലും മേയറെന്നല്ല, നാളെ ഞാൻ പോയിട്ട് ആ ബസ്സിൻ്റെ കുറുകെ വണ്ടി ഇട്ടു എന്ന് വിചാരിക്കുക. യാത്രക്കാരൊരു ഭാഗത്ത് നിൽക്കും, ഡ്രൈവറുടെ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളോടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ. അവരെ എല്ലാം നന്നായിട്ട് കാര്യങ്ങൾ ഔദ്യോഗിക പദവികൾ അനുഭവിക്കുന്നവരാണെന്നൊരു ഫീലിംഗ് മൊത്തത്തിലുണ്ടാവും. മേയർ ചെയ്യേണ്ടിയിരുന്ന ഒറ്റ കാര്യം മറ്റൊന്നുമല്ല, ആ ബസ്സിൻ്റെ നമ്പർ എടുത്തിട്ട് ഒന്നുകിൽ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ട്രാഫിക് പോലീസിൽ വിളിച്ച് പറയുക. അവിടെ റോഡിൽ നിന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാവരുതായിരുന്നു. റോഡിൽ നിന്ന് ചോദ്യം ചെയ്തതിൻ്റെ കുഴപ്പമായത് മുഴുവൻ. പക്ഷേ മേയർ പറയുന്നതിൻ്റെ അത് സത്യം ഉണ്ടെങ്കിൽ ആ ഡ്രൈവർ സത്യം ഉണ്ടെങ്കിൽ പോലും ഇവരിത് കാണിച്ചുകൊണ്ടല്ലേ. ഈ ലൈംഗിക ചേഷ്ട എന്ന് പറയുന്നത് അയാൾ പറഞ്ഞ എങ്ങനെ കാണിക്കുമല്ലോ, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ചിലപ്പോൾ ചോദിച്ചു കാണും. അത് സാധാരണ ചോദിക്കുമല്ലോ. അതേ തുടർന്ന് സൈബർ ആക്രമണങ്ങളും എല്ലാം ഉണ്ടായി. സൈബർ ആക്രമണം സ്വാഭാവികമായിട്ടും CPM സൈബർ ആക്രമണത്തിനുള്ള സജ്ജീകരണമുണ്ട്. ഇപ്പോൾ KSRTC ഡ്രൈവർക്ക് ആരാ സൈബർ ആക്രമണം? പക്ഷേ ഭയങ്കരമായിട്ട് ഈ മേയറെ വിമർശിക്കുന്നുണ്ടെന്നാണ് അവരെ പറയുന്നത്. മേയറെ വിമർശിക്കുന്നത് മേയർ ചെയ്ത് മോശമല്ലേ? നടു റോട്ടിൽ നിന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ നിൽക്കണോ? ഞാൻ ആ നമ്പർ എടുത്തിട്ട് ട്രാഫിക് പോലീസിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ. അന്നേരം ആ വിവാദത്തിൽ മേയറുടെ സമീപനം ശരിയായില്ലെന്നുള്ളത്. സമയം ശരിയായില്ല. ഇപ്പം ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും മോദി തന്നെ അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു. അല്ല, അത് തെറ്റാണ്. കാരണം ഇപ്പോൾ പല സ്റ്റേറ്റുകൾ ഈ മോഡിയുടെ അമിതമായിട്ടുള്ള ആക്രാന്തം കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ട്. അത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എല്ലാം ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഹിന്ദു സ്ത്രീകളുടെയും താലി മാല പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വിവരമുള്ളവർ പറയൂ. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അയാൾക്ക് സമനില തെറ്റി. സമനില തെറ്റാൻ കാരണം എന്താ? ജയിക്കില്ല എന്ന് പെട്ടെന്ന് ഫീലിംഗ് വന്നു. 400ൻ്റെ കണക്ക് പറഞ്ഞിട്ട് 200-ൽ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു മാറ്റം ഈ രാജ്യത്ത് ഉണ്ടാകുന്നതാണ്. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു മോദിക്ക് ബദലാറ്, മോദിയെ നേരിടാൻ പറ്റിയ ഒരു നേതാവിനെ ഇന്ത്യ മുന്നണിയിൽ എന്താ? രാഹുൽ ഗാന്ധിക്ക് എന്താ കുഴപ്പം? പക്ഷേ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നില്ല, മമതാ ബാനർജി നോക്കിയിട്ട് കാര്യമില്ല. ഇന്ത്യ എന്തായാലും മോഡിയെ താഴെ ഇറക്കിയാൽ കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ആരുമാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കും. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധി വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ശരി. പക്ഷെ രാഹുൽ ഗാന്ധി ആ ഒരു പക്വത ഇനിയും കൈവന്നിട്ടില്ല. എന്താ പക്വത എന്ന് പറയുന്നത്? ഇങ്ങനെ വെറുതെ ഒരാൾക്ക് പക്വതയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അദ്ദേഹം ഈ നാട്ടിലൊരു പുതിയ സന്ദേശമായിട്ടല്ലേ ഒരു പദയാത്ര 4600 കിലോമീറ്ററാണ് നടന്നത്. രണ്ടാം യാത്രയിൽ കുറേ ബസ് ഉപയോഗിച്ചു. കാരണം ഇലക്ഷൻ വരുന്നുള്ളതുകൊണ്ട്. അത്രയും സഹനശക്തി ഏത് നേതാവിനാണുള്ളത്? ഈ പിണറായി വിജയൻ നടക്കുമോ 10 അടി? അല്ല, രണ്ട് പ്രായമാണ്. പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തിന് കൂടെ 474 കിലോമീറ്റർ ഞാനും നടന്നല്ലോ. രണ്ടാമത്തെ കോവിഡ് വന്നിട്ട് മാറുന്നതിന് മുമ്പ്. നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നടക്കും. ഇപ്പം ഈ കോൺഗ്രസ് സംഘടനാ സംവിധാനം അത് ഇനിയിപ്പം പറഞ്ഞല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സംഘടനാ സംവിധാനം ഒന്ന് ഉടച്ചു വാർക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ? സംഘടനാ സംവിധാനം ഉടച്ചു വാർക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ഈ മേലെ തട്ടിൽ മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല. ഞാൻ താഴെ തട്ടിൽ ബൂത്തിൽ ആളുണ്ടാവണം. അതുണ്ടാവാനുള്ള മാർഗങ്ങൾ എന്താ? അതിലൊന്നാണ് ഞാൻ പറഞ്ഞ CUC. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ അടിത്തട്ടിൽ ഉണ്ടാക്കണം. അല്ലാണ്ട് എക്സ് മാറി KPC പ്രസിഡൻ്റായിട്ട് വന്നാലൊന്നും രക്ഷപ്പെടില്ല. ഇല്ല, അതിന് തക്കവണ്ണം സംവിധാനം താഴെ തട്ടിലുണ്ടാക്കണം.
ആ രീതിയിലുള്ള ഒരു അതിനാണ് ഇനി പ്രയോറിറ്റി. കേഡർ പ്രവർത്തനം ഉണ്ടാവുന്നൊക്കെ ആദ്യം പ്രസിഡന്റ്. കേഡർ ഒന്നും പാർട്ടിക്കകത്ത് നടക്കില്ല. പക്ഷെ എന്നാലും എന്ന് വെച്ചിട്ട് എന്തും തുറന്നു വിട്ട പോലെ പോകാനും പറ്റില്ല. ഒരു എലക്ഷൻ വരുമ്പോൾ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു എലക്ഷൻ വരുമ്പോൾ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് താഴെ തട്ടിൽ ചില ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത്, അതൊന്നും ഇനി അനുവദിക്കാൻ പറ്റില്ല. അച്ചടക്കമാണ് ആദ്യത്തെ. അച്ചടക്കം കുറേയൊക്കെ വേണം. ഇപ്പോൾ എ കെ ആൻ്റണിയെ പോലൊരു നേതാവ്, ഇപ്പം കെ കരുണാകരന് ശേഷം കെ കരുണാകരൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എ കെ ആൻ്റണി, അന്ന് ഈ പരസ്പരം ഇവരൊക്കെ തമ്മിൽ പല കാര്യങ്ങളിലും വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരൊക്കെ തമ്മിലുള്ള പരസ്പര ബഹുമാനവും പരസ്പരം അംഗീകരിക്കൽ. ഈയിടെ തന്നെ ഈ ഇൻ്റർവ്യൂ തന്നെ എ കെ ആൻ്റണി പറഞ്ഞു കെ കരുണാകരൻ ചെയ്തതിനെക്കാട്ടി വലിയ ത്യാഗമൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഇൻ്റർവ്യൂ പറഞ്ഞു. പക്ഷേ ആ കെ കരുണാകരന് തിരുവനന്തപുരത്ത് ഉചിതമായൊരു സ്മാരകം ഇനിയും നിർമ്മിക്കാൻ കഴിയാത്തത് ആരുടെ കുഴപ്പം? അല്ല, അതിൻ്റെ ഒരു പോരായ്മ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. ഏതാണ്ട് ഈ ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ തിരുവനന്തപുരം DCC 1 കോടി പിരിച്ച് പാർട്ടിക്ക് തന്നിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ 4-ാം തീയതിക്ക് ശേഷം അക്കാര്യത്തിൽ പ്രയോറിറ്റി പാർട്ടി നൽകും. അല്ല, ഇതിപ്പോൾ പക്ഷേ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പത്മജ തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ. അല്ല, ശരിയാണ്, കുറച്ച് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും. കരുണാകരനെ അംഗീകരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? അത് എന്താ, ഇനിയിപ്പോൾ എന്തിനാ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ മാത്രം മതിയല്ലോ പാർട്ടിക്ക് ഒരുപാട് മുന്നോട്ട് നീങ്ങാൻ. അദ്ദേഹത്തിന് സ്മാരകം ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ എന്താ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ പത്മജ പറയുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ല, ആകെയുള്ളൊരു അനുജത്തിയാണ്. ആ ഒരു കൺസിഡറേഷൻ ഇല്ലേ? അല്ല, അത് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒക്കെ ചോദിക്കാണ്ട് സ്വയം തീരുമാനം എടുത്തിട്ട് അതിന് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കില്ല ആ കാര്യം. രാഷ്ട്രീയ കാര്യങ്ങളിലൊപ്പം നിൽക്കാതിരുന്നാൽ പോരെ. രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ ഒരു പാർട്ടിയിലൊരു അത് സ്വന്തം സഹോദരൻ പോലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ ബാധിക്കുന്നൊക്കെ നോക്കണ്ടേ. പത്മജ കാരണമാണ് വടകരയിൽ നിന്ന് തൃശ്ശൂർ വരേണ്ടി വന്നത്. അല്ല, അതുകൊണ്ട് തന്നെയാണ്. കാരണം തൃശ്ശൂർ എന്താണ് പറയുന്നത്, പത്മജ കൂടിയിട്ട് എന്താ പറയേണ്ടത്, ഒരുപാട് തള്ളിക്കയറ്റം BJPയിലേക്ക് ഉണ്ടാവും എന്നൊക്കെയുള്ള ധാരണയിലാണ് ഹൈക്കമാൻഡും പ്രതാപനും എന്നോട് തൃശ്ശൂർ വന്ന് നിൽക്കാൻ പറഞ്ഞത്. അച്ഛനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരിൽ ഒരു വലിയ പങ്ക് പത്മജയോടൊപ്പമാണെന്ന് പറയുന്നു. ആരുമില്ല. തൃശ്ശൂരൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അവൾ നിർദ്ദേശിച്ച് വെച്ച ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ പോലും അനങ്ങിയിട്ടില്ല. നമ്മുടെ കൂടെ തന്നെയായിരുന്നു. ഉണ്ട്. തൃശ്ശൂരിൽ ഇപ്പം സഹോദരി വന്നൊരു പ്രചരണ രംഗത്തൊക്കെ വന്നത് അത് വിഷമം ഉണ്ടാക്കിയോ? ഒരു വിഷമം ഉണ്ടാക്കിയില്ല. കാരണം BJP എന്നെ അവരെ അങ്ങനെ അധികം അവിടെ ഇറക്കിയിട്ടില്ല. പത്മജ വേറൊരു കാര്യം പറഞ്ഞു, പിന്നെ മുരളീധരൻ രാഷ്ട്രീയം കോൺഗ്രസ് വിട്ടുപോയപ്പോഴും ഈ പാർട്ടിയിൽ നിന്ന ആളാണ് ഞാൻ. അത് പൂർണ്ണമായിട്ടും ശരിയൊന്നുമല്ല. അന്ന് DICയുടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ അത് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ടും അങ്ങനെ ഒരു ഇത് രണ്ടുപേര് തമ്മിലുള്ള പോരാട്ടമൊന്നും അല്ലല്ലോ. അതിന് പാർട്ടി വിട്ടുപോയി. ഇപ്പോൾ ഒരു പാർട്ടിക്ക് പുറത്താണ്. DICയുടെ അന്നത്തെ ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പുറത്ത് കാണിക്കാത്തതാണ്. മറ്റു പലതും ഉണ്ട്. വരപ്പോട്ടെ, അതിന് ഡിസ്കസ് ചെയ്യേണ്ട. പാർട്ടി വിട്ടുപോയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശം വളരെ മോശമായിപ്പോയെന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതിനല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ സെൻറ്റൻസിനെ ചിലർ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും അതിനിപ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ ചാപ്റ്ററാണല്ലോ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവേ ഒരു പണ്ടൊക്കെ ഈ പരസ്പര സൗഹാർദ്ദവും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ തമ്മിലുള്ള അടുപ്പം അതൊക്കെ കുറഞ്ഞു ഇപ്പോൾ ഇല്ലാതായോ? അല്ല, അത് ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ വന്നൊരു മാറ്റമാണ്. അതൊരു നല്ല പ്രവണതയല്ല. അപ്പോൾ താങ്കൾ എത്രയോ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചു, എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം എന്താ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ അത് വളരെ വിഷമം തോന്നി, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമം എന്നുള്ള അർത്ഥത്തിലല്ല, ഇത് മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എന്താ? പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഫീൽഡിൽ അങ്ങനെ എതിർപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീലിംഗ്. ആ മണ്ഡലം മാത്രമല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ അതെ, ഈ രാഷ്ട്രീയത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. കാരണം ഒന്ന്, ഈ മത്സരം ആശയങ്ങൾ തമ്മിലാണ്, വ്യക്തികൾ തമ്മിലല്ല. പക്ഷെ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമാവുന്നുണ്ട്. അതൊരു നല്ല കാര്യമല്ല. അത് ഒട്ടും നല്ല കാര്യമല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും ചെറിയാൻ ഫിലിപ്പുമായിട്ട് 2011 ഇവിടെ മത്സരിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിച്ചു. ഞാൻ ജയിച്ചു. പക്ഷേ എനിക്ക് എല്ലാ ഓണത്തിനും അത് CPM സഹയാത്രികനായിരുന്നു നിൽക്കുമ്പോൾ തന്നെ, അതിനു മുമ്പും അതിന് ശേഷവും എല്ലാ ഓണത്തിനും വിശേഷ ദിവസങ്ങൾക്ക് ആദ്യം എനിക്ക് സന്ദേശം അയക്കുക അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹമായിട്ട് മത്സരിച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കുറവും വന്നില്ലല്ലോ. ഒരു കുറവുണ്ടായില്ല. പിന്നീടാണല്ലോ അദ്ദേഹം കോൺഗ്രസ്സിൽ വന്നത്. അദ്ദേഹം CPM സഹയാത്രികനായി നിൽക്കുമ്പോൾ പോലും ബന്ധത്തിനൊരു കുറവുണ്ടായിട്ടില്ല.
അപ്പോൾ അതാണ് പറഞ്ഞത്, മത്സരം വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാകുമ്പോൾ പരസ്പരം മത്സരിക്കേണ്ടി വരും. അതെ, ഇ.പി. ജയരാജൻ ചോദിച്ചതാണ്, ഒരാൾ പോകുമ്പോൾ വീട്ടിൽ വന്നിട്ടൊരു ചായ കൊടുത്താൽ എന്തായാലും അവരെ കുഴപ്പമുണ്ടോ? ചായ കൊടുത്താലല്ല, പക്ഷെ ആ സംസാരിച്ച വിഷയങ്ങൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളാരും പറഞ്ഞതല്ല. എന്തിനാണ് കരുവണ്ണൂർ ഞങ്ങളത് ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണല്ലോ മറ്റേ എടുത്തിട്ടത്. അപ്പം അതിലത്ര ആ കാര്യത്തിൽ അദ്ദേഹം നിഷ്കളങ്കത അല്ല, പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്താണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല എന്നാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്താണ്. അപ്പോൾ തൃശ്ശൂരിൽ വലിയ വിജയം നേടട്ടെ, എല്ലാ ആശംസകളും.